ഹലോ ഗുഡ് വീഡിയോസ് വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് പറൂർ വഴിക്കുളങ്ങര റൂട്ടിലാണ്. അപ്പോൾ ഇന്ന് എന്താണ് ഞാൻ ചെയ്യാൻ പോകണമെന്നുള്ളത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, കാരണം ജസ്റ്റ് ഒന്ന് പുറകോട്ട് നോക്കിയാൽ മതി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എടപ്പള്ളി ഒരു നഴ്സറി നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു വീഡിയോയ്ക്ക് ശേഷമാണ് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞത് നേരെ നമ്മുടെ ഈ വഴിക്കുളങ്ങര തന്നെ നമുക്കൊരു നക്ഷത്ര ഗാർഡൻസ് എന്ന് പറഞ്ഞൊരു ഒരു നഴ്സറി ഇവിടെ ഉണ്ട്. സോ ഇവിടെ ഒന്ന് വന്ന് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യണം, കാരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ റേറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. എങ്കിൽ പിന്നെ ഒന്നും നോക്കിയില്ല, കാരണം റേറ്റ് കുറവ് എവിടെയാണോ നമ്മൾ അവിടെ പോയി അറ്റൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നക്ഷത്ര ഗാർഡൻ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഈ ഒരു മച്ചാനാണ്. മച്ചാന്റെ പേരെന്തായിരുന്നു? വിഷ്ണു എന്നാണ്. ഓക്കെ, ഇപ്പൊ എന്റെ അമ്മ തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പൊ ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കണേന്. ഇപ്പൊ 2 മാസമായി തുടങ്ങിയിട്ട്. ഓക്കെ ഓക്കെ ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ. അപ്പോ വിഷ്ണു മച്ചാനൊപ്പം നമ്മളന്ന് വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പോകണം. ഓക്കെ, നമുക്ക് ഏതായാലും വീഡിയോ കാണാം. പ്രോ, ഇതിന്റെ പേരെന്താ സംഭവം? ഇത് ബോഗൻവില്ല എന്ന് പറയും. ഇത് റേറ്റ് വന്നത് 350-300 റേഞ്ചിലാണ്. ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്നത് 300 റേഞ്ചിലാണ് ഇത്. ഓക്കെ ഓക്കെ. ഇതിന് അധികം അത്യാവശ്യം വെള്ളം മതി. ഇത് കടയിലോട്ട് മാത്രം വെള്ളം ഒഴിക്കില്ല. ഓക്കെ 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 ഓക്കെ. ഇത് 10 മണിയല്ലേ? 10 മണി. ഇതെങ്ങനെ റേറ്റ് തന്നെ? അപ്പോ ഇത് ചട്ടിയിൽ വരുമ്പോ 60-70 റേഞ്ച് വരും. അതില് 10ന്റെ ഇതുണ്ട്. പിന്നെ ഇതൊക്കെ വെർട്ടിക്കലിന്റെ ഇതാണ്. അതൊക്കെ റേറ്റ് വന്നത് 20 ആണ്. വെർട്ടിക്കലൊക്കെ വന്നത്. ഇത് ചെത്തിയല്ലേ? ചെത്തി. ചെത്തിയുടെ റേറ്റ് വന്നത് ഫ്രണ്ടിലിരിക്കുന്നത് 40-ഉം ബാക്കിലിരിക്കുന്നത് 50 റേഞ്ചാണ് വന്നത്. പിന്നെ ഏറ്റവും ബാക്കിലിരിക്കുന്നത് 80-240 ആ റേഞ്ചാണ് വന്നത്. ഷപ്ലോറ 90 റേഞ്ചാണ് വന്നത്. 100ന്റെ പ്ലാന്റ് ആണ് അത്. 90-നാണ് കൊടുക്കുന്നത്. ഈ പ്ലാന്റിന്റെ പേര് യൂജീനിയ എന്ന് പറയും. ഇതിന്റെ ഏറ്റവും ചെറിയ പ്ലാന്റ് വന്നത് 20-30 റേഞ്ചിലാണ് കൊടുക്കുന്നത്. പിന്നെ 80 റേഞ്ചിൽ കൊടുക്കുന്നുണ്ട്. 250 ചട്ടിയിലെ ചെറിയ ചട്ടിയിൽ 250, വലിയത് 420-450 റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഈ ഒരു ലീഫ് റെഡ് ആവണത് എങ്ങനെയാണ്? അത് വെയിലത്ത് വെക്കും തോറും അതിന്റെ കളറ് മാറിക്കൊണ്ടിരിക്കും. അരളി 2 ടൈപ്പാണ് വന്നത്. മിനിയേച്ചർ ടൈപ്പും പിന്നെ സാധാ പൊക്കം വെക്കുന്ന ടൈപ്പും. മിനിയേച്ചർ ടൈപ്പ് 50 റേഞ്ചിന് കൊടുക്കണം. പൊക്കം വെക്കണത് 40 റേഞ്ചിന് കൊടുക്കണം. ചെമ്പരത്തി 70-60 റേഞ്ചിലാണ് വന്നത്. വലിയതളിന്റെ 70-ഉം ചെറിയതളിന്റെ 60-ഉം ആയിട്ടാണ് വന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ ഈ സംഭവത്തിന് ഒരു വിലയില്ലാത്ത സംഭവമാണ്. 70-60 പറയുമ്പോൾ വൈറ്റ് ഉണ്ട്. സെയിം റേറ്റ് തന്നെ. ചട്ടി റോസ് വന്നത് ഇവിടെ 3 തരത്തിലാണ് റോസിന്റെ ഇത് വന്നത്. 100ന്റെ പ്ലാന്റ് ഉണ്ട്, 80ന്റെ പ്ലാന്റ് ഉണ്ട്, 25ന്റെ പ്ലാന്റ് ഉണ്ട്. 100ന്റെ പ്ലാന്റ് ഞങ്ങൾ 90-നാണ് കൊടുക്കുന്നത്. 80ന്റെ പ്ലാന്റ് അതേ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ 25ന്റെ പ്ലാന്റ് ഉണ്ട്. കാശ്മീരി സമ്മർദ്ദനം എന്ന് പറയും ഇതൊക്കെ 140 ചട്ടി വന്നത്. ഇതിലൊക്കെ എപ്പോഴും പൂക്കൾ ഉണ്ടായിരിക്കും. കൊലകുത്തി ഉണ്ടാവും. അതൊക്കെ സമ്മർദ്ദനം എന്ന് പറയും. 100ന്റെ പ്ലാന്റാണ്. ഇതൊക്കെ 90-നാണ് ഞങ്ങൾ കൊടുക്കുന്നത്. വലിയ കവർ റോസ്. ഇത്രയും വലിയൊരു റോസാണ് സംഭവം. പ്ലാന്റ് ആണ്. അത് കറക്റ്റ് 90 രൂപയുള്ളൂ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാങ്ങിച്ച കറക്റ്റ് 120-130 റേഞ്ചിൽ നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. കൊള്ളാല്ലേ?
ഗോൾഡൻ സൈപ്രസ് എന്ന് പറയും. ഇതിന്റെ ഏറ്റവും ബാക്കിലിരിക്കുന്ന പ്ലാന്റ് 300 റേഞ്ചാണ് വന്നത്. അതിന്റെ ഫ്രണ്ടിലിരിക്കുന്നത് 180. ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നത് ചട്ടിയിൽ വന്നത് 100ന്റെ പ്ലാന്റ് ആണ്. ഈ ഇലച്ചെടികളിലെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഏതാണ്? അരേലിയ ബോള് മൂവിംഗ് ഉള്ളതാണ്. ഇതിന്റെ ഏറ്റവും ചെറിയ കവർ വന്നത് 25 പിന്നെ അതിന്റെ ബാക്കിലിരിക്കുന്നത് 50 റേഞ്ചാണ് വന്നത്. അതിന്റെ ബാക്കിലിരിക്കുന്നത് 150 റേഞ്ചിലാണ് വന്നത്. ചീനിയാണ്. കവർ വരുമ്പോ അത് 40 റേഞ്ചും ചട്ടി വരുമ്പോ അത് 80 റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഇത് ടെക്കോമോ എന്ന് പറയും. അത് ഹൈറ്റ് വെക്കാത്ത ടൈപ്പാണ്. അത് എന്താണ് ഡബിൾ ഷെയ്ഡാണ്. 2 കളർ ഉണ്ടാവും അതില്, റെഡും യെല്ലോയും കൂടി കൂടിയതാണ്. അത് ലോറോ പെറ്റൽ എന്ന് പറയും. അത് 100ന്റെ പ്ലാന്റ് ആണ്. ഇത് മെലസ്ട്രോമ എന്ന് പറയും. ഇത് ബാക്കിലിരിക്കുന്ന പ്ലാന്റ് 60ന്റെയും ഫ്രണ്ടിലിരിക്കുന്ന പ്ലാന്റ് 40ന്റെയാണ് വന്നത്. ഇതിന്റെ പേരാണ് ഡയാന്തസ്. ഇത് കവർ വന്നത് 40 റേഞ്ചിലാണ് വന്നത്. ഇത് മൂവിങ്ങളാണ്. ഇത് എല്ലാവരും പറയണത് പെട്ടെന്ന് പോകുന്നാണ് പറയുന്നത്. പക്ഷെ ഇത് നോക്കേണ്ട രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവും. ഇത് ജമന്തിയാണ്. ഇതിന്റെ കമ്പ് വരെ നട്ടാ പിടിക്കണ ജമന്തിയാണ്. ഇത് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 45 രൂപ റേറ്റിലാണ് പോണത്. അതിന്റെ ചട്ടി വരുമ്പോ 100ന്റെ പ്ലാന്റ് ആണ്. ഇതാണ് കലാഞ്ചിയ. ഇതിന്റെ കലാഞ്ചിയിൽ 3 ടൈപ്പാണ് ഇപ്പൊ റേറ്റ് വന്നത്. ചട്ടിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 120 റേഞ്ചാണ് വന്നത്. കവറില 100ഉം ഈ ചെറിയ കവർ 80 ഞങ്ങൾ കൊടുക്കുന്നത്. ഇത് വിഗോണിയ എന്ന് പറയും. ഇതൊക്കെ 70 റേഞ്ചിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇതിന്റെ പേര് ലാവണ്ടർ എന്നാണ്. ഇത് ഞങ്ങൾ റേറ്റ് കൊടുക്കുന്നത്. ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 50ന്റെ പ്ലാന്റ് ആണ്. ഇതിന്റെ ഇലക്കൊരു മണം ഉണ്ടാവും. അതൊരു തുളസിയുടെ മണമാണ് അതിന്റെ. പിന്നെ മറ്റേത് പിറ്റൂണിയ എന്ന് പറയും. അത് ഞങ്ങൾ കൊടുക്കുന്നത് 40 റേറ്റിലാണ്. അത് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അത് ഇതിന്റെ പേര് ഐപ്പോമിയ എന്ന് പറയും. ഇതിന്റെ റേറ്റ് വന്നത് 450. ഇത് ക്രീപ്പറാണ്. നമുക്ക് പടർത്തിയൊക്കെ വിടാവുന്ന ടൈപ്പ് ചെടിയാണത്. നമുക്ക് മതിലുമ്മ അങ്ങനെ ഇതിലൊക്കെ ആർച്ച് പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പടർത്തി വിടാം. ഇതൊക്കെ 25ന്റെ കവർ റോസാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ നല്ലപോലെ മൂവിങ് ഉള്ള റോസാണ്. ഇത് 25 റേറ്റിൽ തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ടൊറിനോ എന്ന് പറയും. ഇത് ചട്ടി വരുമ്പോ 40 റേഞ്ചിലും കവർ വരുമ്പോ 35 റേഞ്ചിലാണ് ഞങ്ങളിവിടെ കൊടുത്തു വന്നത്. കാക്കപ്പൂവിന്റെ അതേപോലത്തെ ഒരു ചെടി തന്നെയാണിത്. ഇത് ചൈനീസ് ബാൽസ് എന്ന് പറയും. ഇത് വരുമ്പോ ചട്ടി വരുമ്പോ 45 വരും. ഇതിന്റെ പേര് വിങ്ക എന്ന് പറയും. ഇത് ചെറിയ കവർ 20ഉം ചട്ടി വരുമ്പോ 40 റേഞ്ചിലാണ് ഞങ്ങൾ കൊടുത്തു വന്നത്. ചുവന്നാറിപ്പൂ. അതാണ്. ഇത് ജെർബറ എന്ന് പറയും. ഇത് ചട്ടി വരുമ്പോ 120 റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഹൈബ്രിഡ് ആണ്. കവർ വരുമ്പോ 80 റേഞ്ചിലാണ് കൊടുക്കുന്നത്. മൂവിങ് ഉള്ള ഐറ്റമാണ്. ഇതിന്റെ വെറൈറ്റി അന്വേഷിച്ച് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. 1 മാസം 6 റേഞ്ചിൽ നിൽക്കും ഇത്. ഇത് ഹൈപ്പോടെക്സ് എന്ന് പറയും. ഇതിന്റെ റേറ്റ് വന്നത് 40 റേഞ്ചിലാണ് ഞങ്ങൾ കൊടുത്തു വന്നത്.
ഇത് പൊക്കം വെക്കുന്ന സാധനമല്ലേ? ആ ഇത് അത്യാവശ്യം പൊക്കം വെക്കണതാണ്. ഓക്കെ. അതിന്റെ അറ്റത്തൊരു നീലപ്പൂ ഉണ്ടാവും. ഓക്കെ, ഇതാണ്. അതും ഹൈപ്പോടെക്സ് തന്നെയാണ്. ഓക്കെ, സെയിം തന്നെയാണ്. ആ സെയിം തന്നെയാണ്. അത് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും. ഇത് 160 റേഞ്ചിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇതിന്റെ പേര് ഡ്രസീനിയ എന്ന് പറയും. ആ അത് CC പ്ലാന്റ് ആണ്. ആ CC പ്ലാന്റ് 250 റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഇത് ഡ്രസീന എന്ന് പറയും. ഇത് 240 റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഇതിന്റെ പേര് സനഡു എന്നാണ്. ഇത് 200 റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് അലോക്കേഷ്യ എന്ന് പറയും. ഇത് ബ്ലാക്ക് വേരിയന്റ് ആണ് ലീഫ്. ഇത് റേറ്റ് വന്നത് 750-800 റേഞ്ച് വന്നത്. ചട്ടിയിൽ ഇപ്പൊ മദറാക്കി നിർത്തിയേക്കണാണ്. അതിന്റെ ചെറുത് വന്നത് 250 റേഞ്ചാണ് വന്നത്. അത് പിറ്റൂണിയ എന്ന് പറയും. അത് നാടൻ ടൈപ്പ് പിറ്റൂണിയാണ്. അതിന്റെ ഒരു വയലറ്റ് പൂവാണ് ഉണ്ടാവുന്നത്. അതിന്റെ വെറൈറ്റി കുറെ ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് വയലറ്റ് മാത്രമേ ഉള്ളൂ. അതൊക്കെ 40 റേഞ്ചിലാണ് കൊടുക്കുന്നത്. ഇതൊക്കെ ഹോയ എന്ന് പറയും. ഇതൊക്കെ വെള്ള പൂവുള്ള ചെടിയാണ്. ഇത് ഇതിന്റെ കപ്പ് വരുമ്പോ 40 വരും, ചെറിയ കപ്പിൽ പിടിക്കുന്നുണ്ട്. ഇതിന്റെ പേരാണ് ടെർട്ടിൽ വെയിൻ. ഇത് ഞങ്ങൾക്ക് ഇവിടെ നല്ല മൂവിങ് ഉള്ളതാണ്. ഇതിന്റെ വലിയ ചട്ടി വരുമ്പോൾ 250 റേഞ്ചാണ് വന്നത്. ഇതിന്റെ ചെറുത് വരുമ്പോൾ 40 റേഞ്ചിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ആ താഴത്തേക്ക് ഹാങ് ആയിക്കോളൂ. ഇതിന്റെ പേരാണ് കലേഡി എന്ന് പറയും. ഇത് ചേമ്പിലെ ചെടിയാണ്, ഇൻഡോർ ആണ്. ഇതിന്റെ ചെറിയ കപ്പില വരുമ്പോ 100 റേഞ്ചിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇത് അലോക്കേഷ്യ എന്ന് പറയും. ഇതിന്റെ ബ്ലാക്ക് വേരിയന്റ് ആണത്. ലീഫ് ബ്ലാക്ക് ആയിക്കൊണ്ടിരിക്കും. അതിന്റെ റേറ്റ് വന്നതെന്ന് പറഞ്ഞാൽ 550-600 റേഞ്ചിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ആ അലോക്കേഷ്യ തന്നെയാണ്. ഇത് അഗ്ലോണിമ എന്ന് പറയും. ഇതിന്റെ ബാക്കിലിരിക്കുന്നത് മദർ പ്ലാന്റ് ആക്കി എടുത്തേക്കാണ്. ഫ്രണ്ടിലോട്ടുള്ളത് 450-425 റേഞ്ചിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്.